കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM-മായി ചേർന്ന് പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കിയ കേരള കോൺഗ്രസ് നടപടിക്കെതിരെ മുൻപ് രൂക്ഷ വിമർശനങ്ങളായിരുന്നു ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന DCC നേതൃയോഗത്തിൽ KM മാണിക്കെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. ഒരു ഗുണം കിട്ടി, നമ്മുടെ തലയിലിരുന്ന നഖം തന്നെത്താൻ താഴെ വീണ് ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. സംസ്ഥാന UDF യോഗത്തിന് ശേഷം മുൻനിലപാടിൽ നിന്നും നേതാക്കൾ പിന്നോട്ട് പോയെന്ന് തന്നെയാണ് തുടർ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാകുന്നത്. KM മാണിയും മകനുമായി ഇനിയൊരു ബന്ധവും പാടില്ലെന്ന് പ്രമേയം പാസാക്കിയ കോട്ടയം DCC തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പഴയ ബാന്ധവം മുടക്കമില്ലാതെ തുടരുകയാണ്. ഇന്ന് കോട്ടയത്ത് ചേർന്ന UDF യോഗത്തിന് ശേഷമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാട് ഈ മലക്കമറിച്ചിൽ വ്യക്തമാക്കുന്നതായിരുന്നു. അതിനിപ്പോൾ ഈ പന്ത് കേരള കോൺഗ്രസിൻ്റെ ഗോൾമുഖത്താണ്. ആ പന്ത് അടിക്കേണ്ടത് എങ്ങോട്ടാണെന്ന് അവർക്ക് തീരുമാനിക്കാം. അവരുടെ അധികാരമാണ്, അവരുടെ പൊളിറ്റിക്കൽ പവറാണ്. എങ്ങോട്ട് വേണേലും അടിക്കാം. അടിച്ചവർക്ക് കളത്തിന് പുറത്തോട്ട് കളയാം, അടിച്ചവരുടെ സ്വന്തം ഗോൾ പോസ്റ്റിലോട്ട് ഗോളാക്കി മാറ്റാം. എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. എന്നാൽ KM മാണി UDF-ൽ സ്വീകരിക്കലെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടിരുന്ന UDF കൺവീനർ ജോസി സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. അല്ല, സംശയത കരാർ ലംഘനം നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് CPM ബന്ധം ഉണ്ടാക്കിയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ച കേരള കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടുള്ള നിലപാട്. ഇതോടെ KM മാണിയെ ചൊല്ലി ജില്ലയിലെ UDF-ൽ ഭിന്നതയും ഉടലെടുത്തു കഴിഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം.